ഈ പഴയ ബിൽഡിംഗ് എന്താന്ന് പറഞ്ഞത് ടൈൽ എസ്റ്റേറ്റാണ്. ഇപ്പൊ വർക്ക് ചെയ്യണം. പഴയതല്ലേ ഓട്ടം കിടക്കും. അങ്ങനെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ കാണുന്ന പഴയ ബിൽഡിങ് പഴയ കോട്ടൺ ഫാക്ടറി എന്നാണ് പുള്ളി പറയുന്നത്. ഒരു കാലത്തെ എൻട്രി. ഞാൻ അവിടെ ഇല്ലടേ, ഞാൻ വാഗമണ്ണിൽ. വാഗമണ്ണിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെയാ അവിടെ വന്ന് കട പറയുന്നത്? അങ്ങനെ നാളെ രാവിലെ കാണാം. ഓ ശരി, ഓക്കെ പോരെ. ഇതാണിപ്പോ സൂസൈഡ് പോയിന്റ് അല്ലേ? എവിടെ നിന്നാണ് ചാടുന്നത്? ചാടുന്നത് കൂടെ പറഞ്ഞു തരണം. ഇത് എവിടെ നിന്നാലും ചാടുന്നത്. നല്ല സ്ഥലമുണ്ട്, നല്ല സ്ഥലം. എന്റെ ഭാഗത്തുനിന്ന് പാറപ്പുറത്തുനിന്ന് ചാടിയ ചതഞ്ഞ് നമുക്ക് താഴ്ത്തു പോകും. ചതഞ്ഞ് മണ്ണിന്റെ പുറത്ത് ചാടിയ ഒടിഞ്ഞ് കാലും കൈ ഒടിച്ചെടുക്കും. അവിടെ കിടക്കാം. ഐസ്ക്രീം ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് സൂസൈഡ് പോയിന്റ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സൂസൈഡ് പോയിന്റിലെത്തി. ഇവിടെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ല തണുപ്പുണ്ട്. ഇറങ്ങൂ സഹോദരങ്ങളെ, ഇറങ്ങൂ സഹോദരങ്ങളെ. ബൈക്ക് കളയല്ലേ. ഞാൻ ഒന്ന് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ബൈക്കേ നേരത്തെ ഇങ്ങോട്ടല്ലല്ലോ, ഇങ്ങോട്ടല്ലേ. ഈ കാണുന്നതാണ് സൂസൈഡ് പോയിന്റ്. ഈ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലും മടുപ്പ് തോന്നിയാൽ കൊണ്ടുവന്നല്ലേ ചേട്ടാ? അല്ലേ മാമ, ജീവിതത്തിൽ എന്തെങ്കിലും മടുപ്പ് തോന്നിയാൽ സമീപിക്കുക സൂസൈഡ് പോയിന്റ്. മാമ ചാടിക്കോ, ആഗ്രഹമുള്ളവരുണ്ടാ. നീ ചാടാം. എന്റെ അമ്മ ഒന്ന് കാണാം. എത്ര നാളായി ഞാൻ കൊതിച്ചു, ഞാൻ കൊതിച്ചു. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പോയിന്റ് കണ്ട് നമ്മുടെ ഇന്നത്തെ ഇത് ലാസ്റ്റ് പോയിന്റ്. ചൂട് സമയം അല്ല കൂടിയുടെ മോനെ. സാധാരണ അമ്പതിനായത് പിന്നെ ചോറ് പിടിച്ച സാധനം വേണ്ട. ഇത് അമ്പതിന്റെ ഇല്ലടാ നിന്റെ. ഇവിടെയാണ് എന്റെ 50 രൂപ അല്ലേ? എല്ലായിടത്തും ഒന്നും അല്ല തന്നെ. ഇത് നല്ല സാധനം. ഇടിക്കും മക്കളെ. നാളെ കച്ചവടമല്ലോ. ഓ ആദ്യം ഇട്, എല്ലാവർക്കും ഇട്. ജീവിതം പോയ നമുക്ക് എന്തോന്ന് പൈസ. ഒന്ന് ഇത് അദ്ദേഹം കൊടുക്കണം. അപ്പൊ മാംഗോ ഇദ്ദേഹത്തിന് മാംഗോ ബാർ കൊടു. എനിക്കുള്ള ഇതൊന്ന് പൊട്ടിച്ച ഒന്ന് പൊട്ടിച്ചെന്ന്. അല്ല പൊടിയാ, കുഴപ്പമില്ലല്ലോ. ഇതും കൂടെ പൊട്ടിക്കേണ്ടി വരുമല്ലോ. താങ്ക് യു. മരിച്ചാലും മറക്കൂല. മരിച്ചങ്ങനെ മറക്കണത്. അങ്ങനെ ഞങ്ങളുടെ ഓഫ് റോഡ് കഴിഞ്ഞു. ഇപ്പോൾ വേറൊരു ഡെസ്റ്റിനേഷനിൽ വന്നേക്കാണ്. ഇവിടെ മറ്റേ റോപ്പിങ്ങും ബോട്ടിങ്ങും അങ്ങനെയുള്ളൊരു ഏരിയയിലേക്ക് വന്ന് ഒറ്റക്കുന്ന്, കണ്ണാടിപ്പാലം, റോപ്പ്. ഒക്കെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാം.
ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. എടുത്ത 25 രൂപയല്ലേ ഉള്ളൂ ടിക്കറ്റ്. എത്ര അല്ലേ? 20. വെയിലാണെങ്കിൽ കാറ്റുണ്ടല്ലേ? കാറ്റ് വീശി അടിക്കറ്. സംഭവം മൊത്തത്തിൽ വെയിലാണ്, എങ്കിലും തണുപ്പുണ്ട്. പക്ഷെ മഞ്ഞ് രാവിലെ വൈകിട്ടാണെങ്കിൽ സൂപ്പർ. രാവിലെ വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, അടിപൊളി തണുപ്പായിരുന്നു മഞ്ഞ്. മറ്റേ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓഫ് റോഡ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനെ പ്രതീക്ഷ വന്നു. അതെന്താണ് വെയിലുണ്ടാലും കുഴപ്പമില്ല. പിന്നെ ബുദ്ധിമുട്ടിയാലും നമ്മളത് അപ്രതീക്ഷിതമായി ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അവരാണ് ഇതാ വരുന്നത്. ഇവിടെ നിങ്ങൾക്കൊക്കെ എന്താ കാര്യം? കൊച്ചു പയ്യന്മാരെ വയസ്സായ കിളന്മാരെ കൂടെ ഞങ്ങള് വേറെ ഉണ്ടോ? ഞങ്ങള് കൊച്ചു പിള്ളേരല്ലേ? ഉറപ്പാണല്ല, വിടൂലല്ല. 90 വയസ്സായ കിളവന്മാർക്ക് ഇവിടെ ജീവിക്കണം. വെറും നിന്നെ പോലെ പിടിച്ച് നിക്കണ്ടേ നമുക്ക്? കൊച്ചു പിള്ളേർക്ക് മാത്രമേ ജീവിച്ചാൽ ഞങ്ങളെ മറ്റേ ഓഫ് റോഡ് അത് കൊള്ളാം കേട്ടോ. ഓഫ് റോഡ് സൂപ്പർ. പേടിയുള്ളവര് പോലും എല്ലാം ഉണ്ട്, വരും. നിങ്ങളൊക്കെ ഉദ്ദേശം എന്താണ്? ഞങ്ങള് കിളവന്മാരെന്ന് പറയാം. ഞങ്ങളെ ആഗ്രഹങ്ങളെല്ലാം തീർന്ന കിളവന്മാരാണ്. കാണാൻ ഭാഗ്യമുണ്ടല്ലോ. നമ്മളെ ജംഗ്ഷനിൽ ജീപ്പുണ്ട്, അവിടെ പോയിട്ട് അത് കൊള്ളാം കേട്ടോ. 2000 3 മണിക്കൂർ. 6 പേര് 6 10 പേര് കയറ്റും. ഞങ്ങള് 4 പേരാണ് പോയത്. ഞങ്ങള് 4 പേര്. നമുക്ക് ഭയം തോന്നും, ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് അത് പോയില്ലെങ്കിൽ കൈ തലൊന്നും വെളിയിടരുത്, സൂക്ഷിച്ചൊക്കെ ഇരിക്കണം. ഇതിൽ കയറുമ്പോ, ജീപ്പിൽ കയറുമ്പോഴേ വീഴരുതേ. അവരെല്ലാവരും പോയി. ഞങ്ങളങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണമല്ലോ. ഇതന്നെ ബോട്ട് സർവീസ്. ഇതാണോ ബോട്ടിംഗ് സർവീസ്? ബോട്ട് സർവീസ് ഇതാണ് ബോട്ട് സർവീസ്. ഇത് നമ്മളെ വീട്ടിൽ ചരുവത്തിൽ വെള്ളം വെച്ചിട്ട് അല്ലേ? നമ്മളാ കുളം ഉണ്ടല്ലോ, മീൻ വെള്ളം, കുളത്തിലൊരു ചരുവ ഇട്ടിട്ട് തുഴഞ്ഞാൽ മതി. ചരുവത്തിൽ വെള്ളം വെച്ച് മുട്ടക്കൊന്ന് നല്ല തണുപ്പടാ. ഇതാണല്ലേ മുട്ടക്കൊന്ന്. ഈ ജനങ്ങൾക്കൊന്നും വേറെ ഒരു ജോലിയില്ല. അവിടെ ഉണ്ട്, അവിടെ പോണ്ടേ? അവിടെ പോകേണ്ട കാര്യമില്ല. ഈ തങ്ങൾപ്പാറ ആട് കാണുന്നുണ്ടാ? ദൂരാള് അവിടെ ഒരു പാറ കാണാനുണ്ട്. അവിടെ കബറുണ്ട്. തങ്ങൾ കബർ. ഇതെന്തോന്ന് റോപ്പേ? നോക്കാം. അവിടെ നാട്ടിൽ നടന്നു അവിടെ താഴെ കൂടെ ഇറങ്ങി അവിടെ പൊട്ടിച്ചിരിക്കുന്നു. താഴെ വെള്ളമില്ല, താഴെ വെള്ളമുണ്ട്. നടന്നു വരുന്നു അവിടെ. കൊണ്ടുപോകും.
മറ്റേ വായിക്കാൻ മതി കോംബോ 600 വേണ്ട. ജനങ്ങളെ തിരക്കണ്ട, എന്തോ ചുമ്മാ കൊടുക്കുമ്പോ വോട്ടി ആ ഭാഗത്താണ് വോട്ടി. വെയിലാണെങ്കിലും ചൂടില്ല. സുഖകരമായ ദൂരം കാണിക്കും. ബോട്ടിങ് അവിടെയാണ്. എന്തായാലും ബോട്ടിങ്ങിന് കയറുന്നു. ഈ ഇടയ്ക്ക് യാർക്കാട് പോയപ്പോ ബോട്ടിങ്ങിന് കയറി. ഞങ്ങൾ ബോട്ടിങ്ങിന് കയറില്ല. ആ കുന്നിന്റെ പുറത്തോ ആൾക്കാർ, ഈ കുന്നിന്റെ പുറത്തും ആൾക്കാർ, എല്ലായിടത്തും ആൾക്കാർ. ഓക്കെ ഓക്കെ. ഇപ്പൊ മുകളിലൊരാള് കോപ്പി കയറ്റി വിടുന്നത്. എന്തിനാണ് സൂപ്പർ കേട്ടോ. ഫോട്ടോ എടുത്തല്ലോ. ഞാനിവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ വന്നത്. പോടെ മുതലായി എടുത്താ. ഓ ഞാനേ ഈ ഭാഗത്തൊന്നും ഞാൻ വന്നിട്ടില്ല. അതോ അതാണ് മല. അതും അതേ തങ്ങൾപ്പാറ. അതിലേ പോണോ? അവിടെ നമ്മള് തിരിഞ്ഞു വന്ന് നേരെ പോണോ അല്ലേ? അങ്ങനെ ബാക്ക് വഴി കയറി പോകണം. നേരെ എന്തെല്ലാം സെറ്റപ്പ് ചെയ്തേക്കണം അല്ലേ, കാശ് വരാൻ വേണ്ടി. 25 രൂപ. എവിടെ 25? ടിക്കറ്റ് ഇപ്പൊ വണ്ടി പാർക്കിങ്ങിനാ? ഒരാൾക്ക് 25 രൂപ. ഓ 25 പോരെ. 25 രൂപ തന്നല്ലോ. എന്ത് രൂപ? ഹായ്. കാറ്റുണ്ടോ? കാറ്റിൽ തണുപ്പുണ്ട്, ചൂടുണ്ടെങ്കിലും. 25 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നഷ്ടമായെന്ന് മാമായും, അല്ല ആ കൊടുത്ത പൈസ മുതലായെന്ന് ഞാനും. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇവിടെ ഞങ്ങൾ ഒന്നിലും കയറാൻ ഉദ്ദേശിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. എല്ലാരെ പോലെ ഞങ്ങൾക്ക് വ്യൂവൊന്നുമില്ല, വ്യൂവൊക്കെ കുറവാണ്, എങ്കിലും നിങ്ങൾ കാണണം.